Hi guys, welcome back. I am Anushree. Prapthvi is the brand and Prapthvi is hand-painted, handmade products and gift items. If you like this, I will link in the description box. You can check out it. അതുപോലെ തന്നെ എനിക്ക് മേക്കോവർ വീഡിയോസ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ തന്നെ DIYs ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നമ്മൾ വേസ്റ്റ് എന്ന് വിചാരിച്ചിട്ട് ഉപേക്ഷിക്കാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുന്ന സംഭവങ്ങൾക്ക് ഒരു പുതിയ ലൈഫ് കൊടുക്കാനും ഭയങ്കര ഇഷ്ടമാണ്. സോ അങ്ങനത്തെ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ആയിരിക്കും നമ്മുടെ ചാനലിലുള്ളത്. സോ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ആദ്യം തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ആൻഡ് ഷെയർ കൂടി ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമ്മളൊരു ബ്രോക്കൺ കപ്പ് ആർട്ടാണ് ചെയ്യുന്നത്. അതായത് ഒരു പൊട്ടി കപ്പിനെ നമ്മൾ ഭംഗിയുള്ളൊരു സംഭവമായിട്ട് ട്രാൻസ്ഫോം ചെയ്യും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് അത് ചെയ്യേണ്ടത്? അപ്പോൾ ഇതാണ് നമ്മുടെ പൊട്ടിയ കപ്പ്. അപ്പോൾ ഈ ഒരു കപ്പിൽ നമുക്ക് ഓൾറെഡി ഒരു ക്രാക്ക് വീണിട്ടുണ്ട് ഈ സൈഡിലായിട്ട്, കണ്ടില്ലേ? അപ്പോൾ ഈ ക്രാക്ക് വീണത് കാരണം നമുക്ക് എന്തായാലും ഇത് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ഇതിനൊരു പ്ലാന്ററായിട്ട് കൺവേർട്ട് ചെയ്താലോ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സോ ഇതിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് മോൾഡിറ്റാണ്. അപ്പോൾ ഈ മോൾഡിറ്റ് എന്ന് പറഞ്ഞ സംഭവം നമ്മുടെ mseal പോലെ തന്നെയാണ് ഈ സംഭവം വരുന്നത് കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതൊക്കെ ചെയ്യുന്നതിന് മുമ്പ് ആദ്യം തന്നെ നമുക്ക് കപ്പ് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് എടുക്കണം. എന്നിട്ട് നമുക്ക് ഇത് യൂസ് ചെയ്തിട്ട് ചെയ്യാം. നമ്മൾ ഒരുപാട് ഈ ക്രിയേറ്റീവ് ആയിട്ടുള്ള പ്ലാന്റേഴ്സൊക്കെ സെർച്ച് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ നമ്മൾ ഫേസ് ആയിട്ടുള്ളൊരു പ്ലാന്റേഴ്സ് വരാറുണ്ടല്ലോ. ഫേസ് ഉണ്ടായിരിക്കും ആൻഡ് അതിനുള്ളിൽ നിന്ന് പ്ലാന്റ് ഇങ്ങനെ വരുമ്പോൾ ഇങ്ങനെ മുടി വരുന്ന പോലെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ അത്. അപ്പോൾ അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ആവശ്യമുള്ള സംഭവം സ്കെച്ച് ചെയ്തിട്ട് എടുക്കാം. സ്കെച്ച് ചെയ്തതിന് ശേഷം നമ്മൾ mseal അല്ല, മോൾഡിറ്റ് യൂസ് ചെയ്തിട്ട് ഫെവിക്രിലിൻ്റെ മോൾഡിറ്റാണ്. ഇത് ഞാൻ ക്ലേ അന്വേഷിച്ച് പോയപ്പോൾ ഈ സംഭവം കണ്ടതാണ് കേട്ടോ. ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഡ്രൈ ആവും. അപ്പോൾ ഇതിൽ 2 പാക്കേജിങ്ങായിട്ട് വരുന്നുണ്ട്. ഇതിലൊരു ഹാർഡ്നറും ഉണ്ട്, ഒരു വേറൊരു സംഭവം കൂടി ഉണ്ട് കേട്ടോ, ഒരു റെസിൻ ബേസ് എന്ന് പറയുന്നത്. നോക്കട്ടെ, റെസിൻ ബേസ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമാണ്. അപ്പോൾ രണ്ടും നമ്മൾ ഈക്വൽ പ്രൊപ്പോർഷൻസിൽ എടുത്തിട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ വരച്ചിരിക്കുന്ന ഷേപ്പ് ഉണ്ടല്ലോ, ആ ഷേപ്പിലൊക്കെ നമുക്കിങ്ങനെ ഇഷ്ടമുള്ള പോലെ ഇങ്ങനെ പിരിച്ച് വെക്കുക. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒരു 3D എഫക്റ്റ് വരും. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഒരുപാട് ഫേസ് പ്ലാന്റേഴ്സൊക്കെ അന്വേഷിച്ച് നടന്നപ്പോൾ ഒരിക്കലും ഞാനൊരു ഇന്ത്യൻ വുമൺ അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ ലേഡിയുടെ ഫേസ് ഉള്ളൊരു പ്ലാന്റർ ഇതുവരെ കാണാൻ പറ്റിയിട്ടില്ല. എപ്പോഴും ഭയങ്കര കുറച്ച് മോഡേൺ ആയിട്ടുള്ള ഒരു ഫേസ് അല്ലെങ്കിൽ കുട്ടിയുടെ ഫേസ് അങ്ങനത്തെയൊക്കെയാണ് കണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചൊരു ഇന്ത്യൻ ലേഡീനെ തന്നെ നമുക്ക് ഉണ്ടാക്കി കളയാം. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാക്കി വന്നപ്പോൾ ഒരു മഹാരാഷ്ട്രീയൻ ലേഡിയുടെ ഫേസ് പോലെയായി. അത്രയും വലിയ എന്താ പറയുക, നോസ് റിങ്ങും ഒക്കെ ആയിട്ടുള്ള ഒരു സംഭവമാണ്. പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ, അത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് വേറെ ഐഡിയാസ് ഉണ്ടെങ്കിൽ അങ്ങനെയും ട്രൈ ചെയ്യാം. കോൺസെപ്റ്റ് സെയിം ആയിട്ട് യൂസ് ചെയ്താൽ മതി. മോൾഡിറ്റ് ഭയങ്കര സിമ്പിളാണ് യൂസ് ചെയ്യാനായിട്ട്. ആകെ 20 റുപ്പീസേ ഉള്ളൂ ഒരു പാക്കറ്റിന്. അത്യാവശ്യം നമുക്ക് നന്നായിട്ട് തന്നെ കുറേ സംഭവം ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇതേപോലെ തന്നെ ഇതിൻ്റെ ഐബ്രോസും കണ്ണും പൊട്ടും ഒക്കെ ഇങ്ങനെ സെയിം മെത്തേഡിൽ തന്നെ നമ്മളിങ്ങനെ പിരിച്ചിട്ട് വെക്കുകയാണ്. ഇതെല്ലാം ചെയ്തതിന് ശേഷം നമ്മൾ കുറച്ച് നേരം അത് ഡ്രൈ ചെയ്യാൻ വെക്കണം. എന്നിട്ടേ നമുക്ക് പെയിൻറ്റ് ചെയ്യാൻ പാടുള്ളൂ. അത് ഡ്രൈ ചെയ്യാൻ അതെങ്ങനെയാണ് നമ്മൾ എടുക്കുന്ന പ്രപ്പോർഷൻ അനുസരിച്ചിരിക്കും ഇതിൻ്റെ ഡ്രൈ ചെയ്യേണ്ട ടൈം. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ mseal യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ സെയിം സംഭവം തന്നെ, പക്ഷെ വൈറ്റ് കളറാണെന്നേ ഉള്ളൂ. അപ്പോൾ ഇത് നന്നായി ഡ്രൈ ചെയ്തതിന് ശേഷം നമുക്ക് പെയിൻറ്റ് ചെയ്യാം. പെയിൻറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും ഒരു വൈറ്റ് ബേസ് കൊടുക്കുന്നത് നല്ലതായിരിക്കും. വൈറ്റ് അടിച്ചിട്ട് അതിൻ്റെ മേലെ ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടി ക്ലാരിറ്റി കിട്ടും. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ വൈറ്റ് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഇത് അക്രിലിക് പെയിൻറ്റ്സ് ആണ് യൂസ് ചെയ്യുന്നത് നോർമലായിട്ട്. അപ്പോൾ എനിക്ക് 1-2 കോട്ട്സ് കൊടുക്കേണ്ടി വന്നു, കാരണം എനിക്ക് ഉദ്ദേശിച്ച ഷെയ്ഡ് കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ സ്കിൻ കളർ നിങ്ങൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വൈറ്റ്,
യെല്ലോ, അതേപോലെ തന്നെ പിങ്ക് അല്ലെങ്കിൽ റെഡ് മിക്സ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ പ്രൊപ്പോർഷൻ അങ്ങോട്ട് മാറ്റി മറിച്ചും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള കളർ കിട്ടും. അപ്പോൾ ഞാനിതിൽ ചെയ്തിരിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം വൈറ്റ് ബേസ് അടിച്ചു, പിന്നെ ഒരു സ്കിൻ കളർ ടോൺ കൊടുത്തു, പിന്നെ അതിന് ശേഷം അതിൻ്റെ ഡാർക്ക് ടോൺ വെച്ചു. അപ്പോൾ നമ്മുടെ ഒരു ഫേസിന് ഇങ്ങനെ ഡാർക്കും ലൈറ്റും ഉണ്ടാവുമല്ലോ, നിങ്ങൾ പെയിൻറ്റ് ചെയ്യാൻ അറിയുമെങ്കിൽ അറിയായിരിക്കാം. കുറച്ച് ഡാർക്കും ലൈറ്റും വെച്ച് കഴിഞ്ഞാലാണ് കുറച്ചൊരു ഭംഗി കിട്ടുക. ഒരേപോലെ പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ഫ്ലാറ്റായി പോകും. അപ്പോൾ ഞാനിങ്ങനെ കുറച്ച് ലൈറ്റ് വരുന്ന ഭാഗങ്ങളൊക്കെ കുറച്ച് ലൈറ്റാക്കി, സൈഡിൽ ആ മുടിയുടെ ഭാഗങ്ങളൊക്കെ കുറച്ച് ഡാർക്ക് ആൻഡ് ഷെയ്ഡ് കൊടുത്തു, പിന്നെ കണ്ണിലും കുറച്ച് ഡാർക്കായിട്ട് കൊടുത്തു. അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. ഡീറ്റെയിലിംഗ് ഒക്കെ കുറച്ചും കൂടി നന്നായിട്ട് എടുത്തറിയാൻ വേണ്ടിയിട്ട് ഒരു ഔട്ട്ലൈനിങ് കൊടുക്കുന്നത് നന്നായിരിക്കും. ഒന്നുകിൽ ഡാർക്ക് ബ്രൗൺ അല്ലെങ്കിൽ ബ്ലാക്ക് വെച്ചിട്ട് തന്നെ നമുക്ക് നന്നായിട്ട് ഔട്ട്ലൈൻസ് കൊടുക്കാം. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ നന്നായിട്ട് നമുക്ക് എടുത്തറിയാൻ പറ്റും. ഈ ഡിസൈൻ നന്നായിട്ട് പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കും. അതുകൊണ്ട്
റെഡിയായി. ഇനി നമുക്കിതിനകത്ത് മണ്ണൊക്കെ നിറച്ച് നമുക്ക് പ്ലാന്റൊക്കെ വെച്ചിട്ട് സെറ്റ് ചെയ്യാം. അത് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ എന്തായാലും ഉറപ്പ് വരുത്തണം അത് കംപ്ലീറ്റ് ആയിട്ട് ഡ്രൈ ആയിട്ടുണ്ടെന്ന് കേട്ടോ. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ മണ്ണൊക്കെ അതിൻ്റെ മേലെ പിടിച്ച് ആകെ വൃത്തികേടാവും. സോ അതൊന്ന് ശ്രദ്ധിക്കണം. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള പ്ലാന്റ്സ് അതിൽ വയ്ക്കാം. അപ്പോൾ ഞാനിവിടെ ഈ 2 പ്ലാന്റാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ വേറെ ഭംഗിയുള്ള പ്ലാന്റ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും യൂസ് ചെയ്യാം. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് സ്റ്റേ സേഫ്.